ചാനൽ ചർച്ചകളിൽ വളരെ വിദ്വേഷകരമായ പരാമർശങ്ങളാണ് പി സി ജോർജിനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ നടത്തിയത്. MLA ആയിരുന്ന മനുഷ്യൻ, വിപ്പായിരുന്ന മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ഒരാൾ, അത്രയേറെ സമൂഹത്തോട് ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള ഒരാൾ ഇങ്ങനെ നിരുത്തരവാദപരമായി ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളാക്കുന്ന തരത്തിലേക്ക് ചിത്രീകരിക്കുക, അശ്ലീല പരാമർശങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഈ കേസിന് നിദാനമായത്. ഒരുപക്ഷെ കോടതിക്ക് കൂടി ബോധ്യമാകുന്നൊരു സാഹചര്യം, ഈ കോടതിയുടെ വിധി കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പോലും കയർത്താണ് പി സി ജോർജ് കടന്നുപോയത്. അല്ലേ സനോജ് സുരേന്ദ്രൻ? തീർച്ചയായിട്ടും സ്വന്തം നാവ് തനിക്ക് വിനയായി മാറുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന സമീപനമാണ് ജോർജ് സ്വീകരിച്ചത്. കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡി അനുവദിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് പോകാൻ പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് വലിച്ചെറിയുന്ന ഘട്ടത്തിലേക്ക് ജോർജിൻ്റെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായി. കാരണം തനിക്കുള്ള ദേഷ്യം ആരോട് തീർക്കണമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. അത് അവരോട് തന്നെ തീർത്തേക്കാമെന്നുള്ള ഒരു സമീപനമാണ് ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമീപനം അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഒപ്പം നിന്ന ആളുകൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി എതിർചേരിയിലേക്ക് പോകുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ദളിതർക്കെതിരായിട്ടാണെങ്കിലും ഇഴവർക്കെതിരായിട്ടാണെങ്കിലും മുൻപ് കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷനായിരുന്ന മാർ മാത്യു അറയ്ക്കലിനെതിരെയായിട്ടാണെങ്കിലും എല്ലാവർക്കെതിരെയും ഇത്തരത്തിലുള്ള സമാനമായ സമീപനങ്ങളാണ് ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഉള്ള തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിൻ്റെ നിലപാടുകൾക്കെതിരെ മുസ്ലിം സമൂഹം നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒന്നടങ്കം തീവ്രവാദികളായി മുദ്ര ചാർത്തിക്കൊണ്ട് അവർക്കെതിരെ വിദ്വേഷകരമായ പരാമർശങ്ങൾ തുടർച്ചയായി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയിരുന്ന വിദ്വേഷ പരാമർശത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു ചാനൽ ചർച്ചയിൽ ുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നടങ്കം തീവ്രവാദികളാണ് എന്നും അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികളിലേക്കും കേസിലേക്കും ഈ കാര്യങ്ങൾ എത്തുന്നത്. ഇങ്ങനെ കേസിൻ്റെ ഭാഗമായി അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ പി സി ജോർജ് മുൻകൂർ ജാമ്യവുമായി കോട്ടയത്തെ ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു. ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പി സി ജോർജ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയി. എന്നാൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. 3.5 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച ഒരാൾ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ച ആളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള യോഗ്യത ജോർജിന് ഇല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെയുള്ള പരാമർശങ്ങൾ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിക്ക് മുൻപിൽ പോലും ജാമ്യാപേക്ഷയുമായി പോവാതെ പിന്നീട് കീഴടങ്ങാമെന്ന തീരുമാനത്തിലേക്ക് മറ്റ് നിർവാഹമില്ലാതെ വന്നപ്പോൾ പി സി ജോർജ് കീഴടങ്ങാൻ തയ്യാറായത്. ഇന്ന് കീഴടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് രേഖാമൂലം കത്ത് നൽകിയിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും സ്വാഭാവികമായും ഇന്ന് കോടതിയുടെ മുന്നിലാണ് പി സി ജോർജ് കീഴടങ്ങിയത്. അതിനുശേഷമാണ് ഇന്നുണ്ടായ മറ്റ് സംഭവ വികാസങ്ങളും നടപടിക്രമങ്ങളും ഏറ്റവും ഒടുവിൽ പി സി ജോർജിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളതും. അജിംഷാദ്.